ഹായ് ഹലോ നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതമുണ്ട്. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ഞാനിന്ന് നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്താൻ പോകുന്നത്. പ്രത്യേകിച്ച് വണ്ണം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഡയറ്റ് എടുക്കുന്നവർക്ക് ഈ ഒരു റെസിപ്പി വളരെയധികം ഉപകാരപ്പെടും. കാരണം ഈ ഒരു റെസിപ്പിയിൽ ഒരുപാട് പ്രോട്ടീൻസ് അടങ്ങിയിട്ടുണ്ട്. അതിനാൽ തന്നെ നമുക്ക് വണ്ണം കുറയ്ക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താണ് ഈ ഒരു റെസിപ്പി എന്ന് നോക്കിയിട്ട് വന്നാലോ. അപ്പോൾ ഇതാണ് നമ്മളുടെ ഒരു റെസിപ്പിയുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത്. ഇത് വന്നിട്ട് ചെറുപയർ മുളപ്പിച്ചെടുത്തിട്ടുള്ളതാണ്. ചെറുപയർ മുളപ്പിക്കുക എങ്ങനെയാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം അല്ലേ. ഒരു ദിവസം രാവിലെ വെള്ളത്തിൽ ഇട്ട് വെച്ച് കഴിഞ്ഞിട്ട് വൈകുന്നേരം ആ വെള്ളം മാറ്റിയിട്ട് ഒരു കോട്ടൺ ടവലിൽ പൊതിഞ്ഞ് കെട്ടി വെച്ച് കഴിഞ്ഞാൽ ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല, പുറത്ത് തന്നെ വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ ആകുമ്പോഴേക്കും ഇതുപോലെ മുള വന്നിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ ഒരു പ്രോസസ്സ് വരുന്നത്. സാധാരണ രീതിയിൽ നമ്മളുടെ ഈ ഒരു ചെറുപയർ കഴിക്കുന്നതിനേക്കാളും ഒരുപാട് ഗുണങ്ങൾ കൂടുതലാണ് ഇങ്ങനെ മുളപ്പിച്ചെടുത്തിട്ട് കഴിക്കുന്നത്. ഞാനിപ്പോൾ ഒരു കപ്പ് ചെറുപയർ എടുക്കുന്നതിലേക്കുള്ള ഒരു ചേരുവകളാണ് കേട്ടോ പറയാൻ പോകുന്നത്. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഒരു പകുതി സവാള ഇതുപോലെ കൊത്തി എരിഞ്ഞിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ സൈസിലുള്ള ഇഞ്ചി, പിന്നെ ഒരു വലിയ പച്ചമുളക്. അപ്പോൾ നിങ്ങൾക്ക് എരിവ് കൂടുതൽ ഇഷ്ടമാണെങ്കിൽ പച്ചമുളക് ഒന്നോ രണ്ടോ നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ് കേട്ടോ. പിന്നെ മല്ലിച്ചപ്പിൻ്റെ ഒരു ഫ്ലേവർ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഒരു പിടി മല്ലിച്ചപ്പും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് മിക്സി ജാറിലേക്ക് മുളകും അതുപോലെ സവാളയും പിന്നെ ഇഞ്ചിയും എല്ലാം ഇട്ട് കൊടുത്തിട്ട് ഇത് മുങ്ങിക്കെടുക്കാൻ പാകത്തിന്, അതായത് നന്നായിട്ട് അരച്ച് കിട്ടാൻ പാകത്തിനുള്ള വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇനി ഇത് നന്നായിട്ട് അരച്ചെടുത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിലേക്ക് വേറൊരു ഇൻഗ്രീഡിയൻറ്റും കൂടെ ചേർക്കുന്നുണ്ട്. അത് വേറെ ഒന്നുമല്ല, അരിപ്പൊടിയാണ്. അരിപ്പൊടി ചേർക്കുന്നതിൻ്റെ യഥാർത്ഥ ലക്ഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ തന്നെ നമ്മൾ ദോശ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് ദോശക്കല്ലിൽ നിന്ന് കിട്ടാൻ ചാൻസ് കുറവായിരിക്കും. അതായത് ദോശയുടെ ഒരു ഷേപ്പിൽ കിട്ടാൻ ചാൻസ് കുറവാണ്. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട്, ശരിക്കും ആ ഒരു ദോശയുടെ ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അതിലേക്ക് അരിപ്പൊടി ചേർക്കുന്നത്. നിങ്ങൾക്ക് ഗോതമ്പിൻ്റെ പൊടി ചേർക്കണമെങ്കിൽ ചേർക്കാം, പക്ഷേ അതും കുറച്ച് റിസ്ക്കാണ്, നമുക്ക് അങ്ങനെ ആ ഒരു ഷേപ്പിലും കിട്ടില്ല. അപ്പോൾ ഒരു കപ്പ് മുളപ്പിച്ച പയറിലേക്ക് നമ്മളൊരു 1/4 കപ്പ് മാത്രമേ അരിപ്പൊടി ചേർക്കുന്നുള്ളൂ കേട്ടോ. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്ക് ഒന്നും കൂടെ ഒന്ന് മിക്സിയിൽ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മളുടെ ദോശയുടെ ബാറ്റർ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇതേ ഒരു തിക്നെസ്സോട് കൂടിയിട്ടാണ് നമ്മളിത് അരച്ചെടുക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു ദോശയ്ക്ക് പുളിപ്പ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ തൈര് ഉണ്ടെങ്കിൽ ഇതിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ്. തൈരും ഈ ഒരു വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്ന കാര്യമാണ് കേട്ടോ. ഇനി നമുക്ക് ദോശച്ചട്ടിയിൽ ദോശ ചുട്ടെടുക്കാവുന്നതാണ്. ഞാനിവിടെ അയൺ കണ്ടൻ്റ് ഉള്ള ദോശച്ചട്ടിയാണ് എടുത്തിട്ടുള്ളത്, അതായത് ഇരുമ്പിൻ്റെ ദോശച്ചട്ടി കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഫ്രൈ പാനാണ് ഉള്ളതെന്ന് വെച്ചാൽ അങ്ങനെയും എടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് നല്ലെണ്ണ തൂവിയിട്ടാണ് ഞാൻ ദോശ ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. പിന്നെ ചട്ടിയിലേക്ക് ഈ ഒരു ബാറ്റർ ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ തീൻ്റെ അളവൊന്ന് കുറച്ച് വെക്കുക. കാരണം നമ്മൾ ചെറുപയർ ഒന്ന് വെന്ത് കിട്ടേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെ 2 സൈഡും മറിച്ചിട്ടിട്ട് നന്നായി വേവിച്ചെടുത്തിട്ട് വേണം നമ്മളിത് കഴിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റായിട്ട് മാത്രമല്ല, വൈകിട്ടത്തെ ചായക്ക് പകരമോ അല്ലെങ്കിൽ രാത്രിയിലത്തെ ഡിന്നറിന് പകരമായിട്ടൊക്കെ നമുക്ക് ഉണ്ടാക്കി കഴിക്കാവുന്നതാണ് കേട്ടോ. പിന്നെ ഇത് ഒത്തിരി ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടൊന്ന് ശ്രമിക്കുക. തീർച്ചയായിട്ടും ഈ ഒരു റെസിപ്പിയുടെ മണവും രുചിയൊക്കെ അവർക്കും കൂടെ ഇഷ്ടപ്പെടുന്നതാണ്. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ഒത്തിരി പേർക്ക് ഉപകാരപ്രദമായിട്ടുള്ള ഒരു വീഡിയോ ആണെന്ന് എനിക്കറിയാം. നിങ്ങൾക്കും കൂടെ അങ്ങനെ തോന്നുവാണെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ വണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ തീർച്ചയായിട്ടും ഈ ഒരു റെസിപ്പി നിങ്ങളുടെ ഒരു ഡെയിലി റുട്ടീനിൽ ഉൾപ്പെടുത്തുക. ഇതുപോലെയുള്ള ഒരുപാട് റെസിപ്പികളും അതുപോലെ നല്ല നല്ല ടിപ്സുകളൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. അതുവരേക്കും ഇറ്റ്സ് മീ മൻസു അക്ബർ സൈനിങ് ഓഫ്.